ഹരി ഓം. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ പ്രിയങ്കരനായ ശ്രീനിവാസൻ പന്തലിങ്കിൽ നയിക്കുന്ന ഹനുമാൻ ചാലീസ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷ്. നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ 7ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ആദ്യം വന്ദന ശ്ലോകങ്ങൾ ചൊല്ലിയതിനു ശേഷം നമുക്ക് തുടങ്ങാം. ജയ് ശ്രീരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സം സരസ്വത്യൈ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അതുലിത ഫലദാമം ഹേമശൈലാഭദേഹം ധനുജവനകൃശാനാം ജ്ഞാനിനാമഗ്രഗണ്യം സകല ഗുണനിധാനം വാനരാണാമധീശം രഘുപതി പ്രിയഭക്തം വാദജാതം നമാമി. ഓം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ആഞ്ജനേയ ഭഗവാൻ കി ജയ്. ശ്ലോകങ്ങൾ ചൊല്ലിക്കോളൂ. जय श्री राम. श्री गुरु चरण सरोज रज निज मन मुकुर सुधारी वरण उरग पर विमल जसो जो दायक फलचारी बुद्धिहीन तनु जानिके सुमिरो पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेश विकार. ശ്ലോകങ്ങൾ 19 മുതൽ 30 വരെ. प्रभु मुद्रिका मेली मुख माही जलधि लांघि गए अचरज नाही दुर्गम काज जगत के जयते सुगम अनुग्रह तुमरे ते राम दुआरे तुम रखवारे होत न आज्ञा बिनु पैसारे सब सुगल है तुम्हारी सरना तुम रक्षक काहू को डरना आपन तेज समारो आपे तीनों लोक हाँकते कापे भूत पिशाच निकट नहीं आवे महावीर जब नाम सुनावे नासे रोग हरे सब पीरा जपत निरंतर हनुमत बीरा संकट ते हनुमान छुड़ावे मन क्रम भजन ध्यान जो लावे सब पर राम तपस्वी राजा तिनके काज सकल तुम साजा और मनोरथ जो कोई लावे सोई अमित जीवन फल पावे चारों जुग परताप तुम्हारा हे प्रसिद्ध जगत उजियारा साधु संत के तुम रखवारे
असुर निकंदन राम दुलारे। जय श्रीराम। ജയ് ശ്രീരാം. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ സഹൃദരായ ആളുകൾക്കും സ്വാഗതം. ശ്രീ ഹനുമാൻ ചാലീസ ജപിക്കുന്ന അല്ലെങ്കിൽ സാധകം ചെയ്യുന്ന എല്ലാ സഹൃദയർക്കും അവരുടെ എല്ലാ മനോരഥങ്ങളും ഹനുമാൻ ആഞ്ജനേയ ഭഗവാൻ സാധിച്ചു തരും എന്നുള്ള ഒരു ഉറപ്പാണ് തുളസിദാസ് നമുക്ക് തരുന്നത് ഹനുമാൻ ചാലിസയിലൂടെ. അപ്പോ സാധകം ചെയ്യുന്ന സാധകന്റെ മനസ്സിൽ അത് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടത്, ഒന്ന്, ആവർത്തിച്ച് സാധകം ചെയ്യുക. രണ്ട്, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും വിഷ്വലൈസ് ചെയ്യുക. അപ്പോ ഈ ഓരോ സംഭവങ്ങളും ഓരോ വരികളും ഓരോ വാക്കുകളും കൂട്ടിച്ചേർത്ത് രാമചരിതമാനസത്തിൽ നിന്നും എടുത്ത് അത് ഈ ഒരു നല്ല കണക്ഷനോട് കൂടി തന്നെ ഈ ഹനുമാൻ ചാലീസയിലേക്ക് തരുന്നത്, അതേപോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ വിഭാവനം ചെയ്യാൻ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ധാരണയോട് കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടു കൂടി രാമചന്ദ്ര ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് വീണ്ടും ഇന്നത്തെ 7ാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ഞായറാഴ്ച കണ്ടത് 20ാമത്തെ ശ്ലോകമായിരുന്നു. ദുർഗം കാജ് ജഗത് കെ ജേത്തെ സുഗമ അനുഗ്രഹ തുമരേ തേത്തെ. അപ്പോ ദുർഗം കാജ്, നമ്മൾക്കറിയാം, എന്ത് ദുർഘടം പിടിച്ച കാര്യങ്ങളാണെങ്കിലും ഹനുമാനെ ഭജിച്ചു കഴിഞ്ഞാൽ അത് സുഗമമായി നടക്കും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോ ഇവിടെ ചിരഞ്ജീവിയായ ഹനുമാൻ, ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന് വേണ്ടി എല്ലാവിധ സേവകളും ചെയ്ത ഹനുമാൻ, എല്ലാവിധ വീര്യകർമ്മങ്ങളും ചെയ്ത ഹനുമാൻ, ആ ഹനുമാൻ എങ്ങനെയാണ് ദ്വാപരയുഗത്തിൽ മഹാഭാരത യുദ്ധ സമയത്ത് അർജുനു വേണ്ടി ശ്രീകൃഷ്ണൻ പറഞ്ഞുകൊടുത്ത് അർജുൻ വിളിച്ചപ്പോ വന്ന് തൻ്റെ തേർത്തടത്തിൽ ധ്വജത്തിന്റെ മുകളിലിരുന്ന് എങ്ങനെയാണ് അർജുനെ രക്ഷിച്ചതെന്നും, അതുപോലെ തന്നെ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഹനുമാൻ കഥ പറഞ്ഞു കൊടുത്തിരുന്നത് പോലെ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതാ സന്ദേശം ഹനുമാന് കേൾക്കാൻ വേണ്ടി മാത്രമാണ്, അർജുനു വേണ്ടി മാത്രമല്ല, ഹനുമാന് കൂടിയാണ് പറഞ്ഞത് എന്ന് ഒരു സന്ദർഭം കൂടി തുളസിദാസ് മഹാരാജ് ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. 21ാമത്തെ ശ്ലോകം. രാമ ദുവാരേ തും രഖവാരേ ഹോത് ന ആജ്ഞാ बिन पैसारे। राम दुआरे तुम रखवारे होत न आज्ञा बिन पैसारे। രാമ ദുവാരെ തും രഖ്വാരെ. ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം പലർക്കും ഹനുമാൻ ചാലീസ ഒരുപാട് തവണ വായിച്ചിട്ടും അതിനെക്കുറിച്ച് മിക്കവാറും ശ്ലോകങ്ങളെ കുറിച്ച് ഒരു ബോധം ഉണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ധാരണയായിരിക്കും ഉള്ളത്. ഇവിടെ രാമ ദുവാരെ എന്ന് പറഞ്ഞാൽ ദുവ എന്നല്ല, ദ്വാരേ എന്നാണ്. ശ്രീരാമചന്ദ്രന്റെ പ്രവേശന കവാടത്തിൽ രാമ ദുവാരെ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പ്രവേശന കവാടത്തിൽ തും രഖ്വാരേ. ആരാണ് രഖ്വാര? രഖ്വാരേ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ, കാവൽക്കാരൻ. ആ പ്രവേശന കവാടത്തില് അങ്ങനെ വിരാടനായിട്ട് നിൽക്കുകയാണ് ആര്? ശ്രീ ആഞ്ജനേയ ഭഗവാൻ, ഹനുമാൻ. രാമദ്വാരേ തും രഖ്വാരേ. അവിടേക്ക് നമുക്ക് എനിക്ക് ഹനുമാനൊന്നും ഇഷ്ടമല്ല, ഹനുമാനൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് ഡയറക്റ്റ് പ്രവേശിക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. കാരണം ആ ചുമതല ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ ഹനുമാന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഹനുമാന്റെ ചരണങ്ങളെ വിചാരിച്ചുകൊണ്ട് ആ രാമപാദങ്ങൾ രാമ എന്ന് ജപിച്ചുകൊണ്ട് ഹനുമാനോട് അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്ര ഭഗവാനെടുത്ത് വേഗം എത്താം എന്നുള്ളൊരു സൂചന കൂടി ഇവിടെ തുളസിദാസ് തരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 ഭക്തന്മാരെ പറ്റിയിട്ട് നമ്മൾ കണ്ടു നേരത്തെ, അവരുടെ കഥകളും നമ്മൾ കേട്ടു. ഒന്ന് സുഗ്രീവൻ, സകലതും നഷ്ടപ്പെട്ട് സ്വന്തം
പത്നിയെ പോലും നഷ്ടപ്പെട്ട് എല്ലാം വിട്ട് അലയുന്ന സുഗ്രീവൻ, ആ സുഗ്രീവൻ ജീവാത്മാവാണ് അവിടെ. പരമാത്മാവായ ശ്രീരാമചന്ദ്ര ഭഗവാനെ ജീവാത്മാവായ സുഗ്രീവനിലേക്ക് എത്തിച്ച് പലതും പലതും പറഞ്ഞ് എത്തിച്ചു എന്നാണ് പറയുന്നത് ആര്? തുളസിദാസ് രാമചരിതമാനസത്തില്. അവിടേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്നും പർവ്വത ശിഖരത്തിലോട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ കൊണ്ടുപോയിട്ട് ഭക്തന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ എല്ലാം സിദ്ധികളും കൊടുത്ത് ആ രാമ കവാടത്തിലോട്ട് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഹനുമാൻ. വേറൊരു ഉദാഹരണം കൂടി നമ്മൾ കണ്ടു. ആരാണ്? നമ്മൾ ലങ്കയില് ഭാഗവതോത്തമനായിട്ട് പോലും രാവണന്റെ ഭക്ഷണം കഴിച്ച് രാവണനോട് കൂറു പുലർത്തി രാവണൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു, ഞാൻ പറഞ്ഞത് കേൾക്കും എന്നുള്ള ഒരു അഹങ്കാരം എന്ന് പറയേണ്ട ഒരു വിശ്വാസം ഉണ്ടായ വിഭീഷണൻ, ആ വിഭീഷണനെ അവിടെ നിന്നും കുടില നീതി എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ അതെല്ലാം ചെയ്ത് ലങ്ക കത്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിയെ കത്തിക്കാതിരുന്ന് രാവണനിൽ നിന്നും അകറ്റി രാവണൻ അദ്ദേഹത്തെ കാലുകൊണ്ട് തൊഴിച്ചാണ് പുറത്താക്കുന്നത്. അതാണ് രാമചരിതമാനസ് പറയുന്നത്. വാത്മീകി രാമായണം ആ ഭാഗം ഒന്ന് സൂക്ഷിച്ചു വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്ന്. അങ്ങനെ പുറത്താക്കി അശരണനായി വന്ന് രാമന്റെ ശിബിരത്തിന് പുറത്തു നിൽക്കുമ്പോൾ കവികളെല്ലാം പിടിച്ചുകൂടുമ്പോൾ അവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പെർമിഷൻ കൊടുത്തിട്ട് രാമനുമായി യോജിപ്പിച്ച് ലങ്ക കൊടുത്ത് ഭാഗവതോത്തമനാക്കി അദ്ദേഹത്തെ മാറ്റിയത് ആരാണ്? ഹനുമാനാണ്. അപ്പോ രാമദ്വാരേ തുമരഖ്വാരേ, രാമന്റെ ദ്വാരത്തില് ഹനുമാൻ തന്നെയാണ് കാവൽക്കാരൻ. അപ്പോ രാമപാദങ്ങളിലോട്ട് ഒരു സാധകൻ എത്തണമെങ്കിൽ ഹനുമാൻ ഗുരു തന്നെയാണ്. അതാണ് തുളസിദാസ് ചെയ്തത്. തുളസിദാസ് മുറുകെ പിടിച്ചത് ആരെയായിരുന്നു? ഹനുമാനെ. ഹനുമാനാണ് ചിത്രകൂടത്തിൽ വെച്ച് തുളസിദാസിന് രാമദർശനം കൊടുത്തത്. അപ്പോ നമുക്ക് വലിയൊരു സൂചനയാണ് ഇവിടെ ഹനുമാൻ ചാലീസയിലൂടെ തരുന്നത്. ഹോത്നാഗ്യ ബിൻ പേസാരെ, ഹോത്നാഗ്യ, ഹനുമാന്റെ അനുവാദം കൂടാതെ, ആജ്ഞ എന്ന് പറഞ്ഞാൽ ആജ്ഞ, ഹോത്ന ഇല്ലാതെ, കൂടാതെ, ഹോത്നാഗ്യ ബിൻ പേസാരെ, പേസാരെ എന്ന് പറഞ്ഞാൽ പൈസയല്ല, പ്രവേശനം, പസാർന, അവിടെ പ്രവേശിക്കുക, പസാർന പ്രവേശിക്കുക എന്നുള്ളതാണ് പേസാരെ. അപ്പൊ അവിടെ പ്രവേശിക്കണമെങ്കിൽ ആരുടെ ആജ്ഞ വേണം? ആരുടെ പെർമിഷൻ വേണം? ഹനുമാന്റെ പെർമിഷൻ വേണം. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ നോക്കൂ, ഹനുമാൻ ഒരു ശബ്ദമുണ്ട്, തും രഖ്വാരെ, രാമദ്വാരെ തും രഖ്വാരെ. അപ്പോ രാമചന്ദ്ര ഭഗവാന്റെ തന്നെ രഖ്വാരെയാണ് അദ്ദേഹം. രാമചന്ദ്ര ഭഗവാന്റെ ഭക്തന്മാരെ എല്ലാം കാത്തുരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ചുമതല കൂടി ആർക്കുണ്ട്? ഹനുമാനുണ്ട്. അപ്പോ ഒരു രഖ്വാര, ഒരു രക്ഷകനുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത ശ്ലോകത്തിലോട്ട് പോകുമ്പോൾ അതാണ് കാണുന്നത്. 22ാമത്തെ ശ്ലോകത്തില് സബ് സുഖ് ലഹേ തുമാരി സരണ തും രക്ഷക് കാഹുക്കോ ഡർണ. അപ്പൊ ഈ രണ്ട് ശ്ലോകങ്ങളും നമ്മൾ കൂടി വായിക്കണം. അതാണ് അതിന്റെ ഒരു ഭംഗി. സബ് സുഖ് ലഹേ തുമാരി സരണ തും രക്ഷക് കാഹുക്കോ ഡർണ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇവിടെ എങ്ങനെയാണ്? സബ് സുഖ് ലഹേ, എല്ലാ സുഖങ്ങളും, ലഹേ ലഭിക്കും, എല്ലാ സുഖങ്ങളും ലഭിക്കും. തുമാരി ശരണ, ശരണ മീൻസ് ശരണ, അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സുഖങ്ങളും എല്ലാ കാമനകളും പൂർത്തിയാവും എന്നാണ് തുളസിദാസ് പറയുന്നത്. അടുത്തതോ തും രക്ഷക്, രക്ഷക് എന്ന് പറഞ്ഞാൽ രക്ഷക്, തും രക്ഷക് കാഹുക്കോ ഡർണ, അങ്ങ് രക്ഷകനായിരിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഭയഭീതരാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കൂ, നമുക്ക് രക്ഷകരായി ആരെങ്കിലും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും വളരെ ഒരു സുഖമുള്ള കാര്യമാണ്. ഭയത്തിൽ നിന്ന് നമ്മൾ മോചിതരാകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട് എങ്കിൽ, വളരെ അസ്വസ്ഥമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുണ്ടെങ്കിൽ കൂടി നമുക്ക് ഒരു ധൈര്യമുണ്ട്. ഈ നല്ല ശക്തമായ ഒരു ഗവൺമെന്റ് ഉണ്ട്, നല്ല ശക്തമായ ഒരു സൈന്യമുണ്ട് നമുക്ക്. അപ്പൊ രാജ്യത്തെ രക്ഷിക്കാൻ പ്രാപ്തരാണ് അവരെന്ന്. അതുപോലെ നമ്മളുടെ മക്കളെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞയക്കുന്നു. അപ്പൊ അവിടെ അവർക്ക് നമ്മൾ പറയും, എന്താ പറയുക, ഒരു ലോക്കൽ രക്ഷകൻ വേണം അവിടെ. അത് എഴുതി കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും അഡ്രസ്സ് കൊടുത്തയക്കും.
കാരണം അദ്ദേഹം ഉണ്ടെങ്കിൽ ഈ മകന് എന്തെങ്കിലും അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും വിഷമം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി കാത്തുരക്ഷിക്കാൻ ഇദ്ദേഹം നല്ല പര്യാപ്തനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അപ്പൊ നമുക്കതൊരു രക്ഷകനാണ്. ഇനി നോക്കൂ, രാജ്യത്ത് നമ്മളുടെ വീടിനകത്ത് നമുക്ക് നല്ല മെക്കാനിസം ഒക്കെ വെച്ചിട്ടുണ്ട്, ക്യാമറ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ശക്തരായ 1-2 ഗാർഡുകളുണ്ട് സൊസൈറ്റിയിൽ. അപ്പൊ നമുക്ക് എന്ത് തോന്നും? നമ്മൾ സുരക്ഷിതരാണെന്ന്. പക്ഷേ വീടിന് പുറത്തോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ പുറത്തു പോയാലോ നമുക്ക് ആ സുരക്ഷതയില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാമത്തില് നല്ല സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും വളരെ നിയമങ്ങളെയൊക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ അവിടെ ശക്തരായ ആളുകളുണ്ട്, നമുക്ക് എന്തെങ്കിലും ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് സേവനം ചെയ്യാനുള്ള ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് കരുതുന്നത്? നമുക്ക് ആ ഗ്രാമത്തിൽ വളരെ സുരക്ഷിതാവസ്ഥ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ മറ്റൊരു പട്ടണത്തിൽ പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ സുരക്ഷിതരല്ല ഇവിടെ, നമുക്ക് പരിചയക്കാരില്ല, നമ്മളെ ആരും സഹായിക്കാനില്ല ഇവിടെ. അപ്പോൾ വളരെയധികം ഈ രക്ഷക് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്തും അകത്തും നമുക്ക് രക്ഷ വേണം. അപ്പൊ ആരാണ് നമ്മുടെ ശരിയായ രക്ഷകൻ എന്നാ ഇവിടെ ചോദിക്കുമ്പോൾ തും രക്ഷക് കാഹുക്കോ ഡർന, ആഞ്ജനേയൻ തന്നെയാണ് സദാ സകല സ്ഥലത്തും വ്യാപിച്ചു നിൽക്കുന്ന വായുപുത്രനായിട്ടുള്ള ആഞ്ജനേയൻ. അകത്താണെങ്കിലും പുറത്താണെങ്കിലും വീടിനകത്താണെങ്കിലും വീടിന് പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും ഗുഹയിൽ പെട്ട് കഴിഞ്ഞാലും സകല സ്ഥലത്തും നമുക്ക് രക്ഷകനായിട്ട് പ്രത്യക്ഷമായി വരുന്ന ചിരഞ്ജീവിയായിട്ട് വായുവിനെ പോലെ സകല സ്ഥലത്തും പരന്നു കിടക്കുന്ന, നിറഞ്ഞു കിടക്കുന്ന, സുലഭമായിരിക്കുന്ന ആഞ്ജനേയൻ തന്നെയാണ് നമ്മുടെ രക്ഷകൻ എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, ഒരു ദിവസം നമുക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ 1-2 ദിവസം നമുക്ക് ഒരുപക്ഷെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ വ്യഥ ഉണ്ടാവില്ല. 2-3-4 ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. അതേസമയത്ത് ഒരു ദിവസം മുഴുവൻ ജലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിറ്റത്തെ ദിവസം തളർന്നു പോകും. അതേസമയത്ത് ഒരു 2 നിമിഷം അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് നമുക്ക് വായു കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താവും നോക്കൂ. ഒരു നിമിഷം പോലും നമുക്ക് ആ 1 മിനിറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ആ എപ്പോഴും എന്ത് കാര്യത്തിൽ നമ്മൾ പറയില്ലേ, ഒരു നിമിഷം കഴിയട്ടെ അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയട്ടെ. ആ 1 മിനിറ്റ് പോലും നമുക്ക് വായു ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് വായു. അതുകൊണ്ട് അതിനാർക്കും വിലയില്ല, അതിനെ പ്രദൂഷിതമാക്കും. അതേപോലെ സുലഭമായിട്ട് ഈ സാധകന് സുലഭമായി ലഭിക്കുന്ന സർവോപരി എപ്പോഴും കാണപ്പെടുന്ന ഒരു സിദ്ധിയാണ് ഹനുമാൻ എന്നുള്ളത്. ആ ഹനുമാനെ പറ്റി നമ്മൾ ആ സുലഭത കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ നമുക്ക് വിലയില്ലാത്തത്. അതിനെ ചെയ്യരുത്. നമ്മുടെ രക്ഷകൻ തന്നെയാണ് ഹനുമാൻ. എവിടെയാണെങ്കിലും നിങ്ങൾ ഓർത്ത് വിളിച്ചോളൂ, അപ്പോൾ നമുക്ക് രക്ഷ ചെയ്യാൻ ഹനുമാനുണ്ട് എന്നാണ് പറയുന്നത്. സബ് സുഗുലഹേ തുമാരി സരണ തും രക്ഷക് കാഹുക്കോ ഡർന. ഡർന എന്ന് പറഞ്ഞാൽ പേടിക്കുക. എന്തിനാണ് പേടിക്കുന്നത്? എല്ലാ ശക്തികളും മനസ്സിന് തന്നെ തരും, എല്ലാ ശക്തികളും നമ്മുടെ കൈകൾക്ക് തരും, നമ്മുടെ കാലുകൾക്ക് തരും, ശരീരത്തിന് തരും ഹനുമാൻ. നമ്മൾ തന്നെ ഹനുമാനായി മാറും. നമുക്ക് ഏത് ശക്തിയും തരണം ചെയ്യാനുള്ള ശക്തി കിട്ടും എന്നാണ് ഇവിടെ ഗോസ്വാമി തുളസീദാസ് പറയുന്നത്. ഇനി ഇവിടെ ഒരു കഥ, പൊതുവെ നമുക്ക് ഒരു അഗസ്ത്യ മുനിയെ പറ്റി പറയുമ്പോൾ ഒരു കഥയുണ്ട്, എപ്പോഴും കേൾക്കുന്നത്, പലരും കേട്ട് കാണും. ഒരു സന്യാസികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് 2 രാക്ഷസന്മാരുണ്ടായിരുന്നു, മായാവികളായ രാക്ഷസന്മാർ. ഒരാളുടെ പേര് ആതാപി, ഒരാളുടെ പേര് വാതാപി. ഇവർ 2 പേരും സഹോദരങ്ങളായിരുന്നു അത്രേ. അപ്പോ ആതാപി എപ്പോഴും എന്ത് ചെയ്യും? മനുഷ്യവേഷം ധരിച്ചിട്ട് ഭക്തനായിട്ട് സന്യാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവരോട് പറയും, വരൂ ഭക്ഷണം നിങ്ങൾക്ക് ഭിക്ഷ തരണം, അപ്പൊ ഭിക്ഷ കഴിക്കാൻ വരൂ എന്ന് പറഞ്ഞവരെ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് സഹോദരനായ വാതാപി എന്ത് ചെയ്യും? ഭക്ഷണ പദാർത്ഥമായിട്ട് മാറും. മായ കൊണ്ട് ഭക്ഷണ പദാർത്ഥമായി മാറും. എന്നിട്ട് ആതാപി എല്ലാം അവർക്ക് കൊടുക്കും. സന്യാസികൾ 1-2 പേര് അതൊക്കെ കഴിക്കും. കഴിച്ചതിന് ശേഷം ആതാപിയോട് പറയും, ആതാപി ഇനി നിങ്ങൾ ഗ്രഹിക്കൂ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു,
അപ്പോൾ വാതാപി പറയും, ഞാൻ വാതാപി എൻ്റെ സഹോദരനും ഉണ്ട് അവിടെ, അദ്ദേഹത്തെ വിളിക്കട്ടെ എന്ന് പറയും. അപ്പോൾ വിളിച്ചോളൂ എന്ന് പറയും. അപ്പോൾ സഹോദര വാതാപി വരൂ, സഹോദര വാതാപി വരൂ എന്ന് വിളിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ ഭക്ഷണം കഴിച്ച സന്യാസി വര്യന്റെ ശരീരത്തിന്റെ വയറ് പിളർന്ന് ഈ വാതാപി പുറത്തു വരും. അങ്ങനെ അദ്ദേഹത്തിനെ കൊല്ലും. കൊന്നതിന് ശേഷം അദ്ദേഹത്തിനെ കൂടി ഭക്ഷിക്കും. ഇങ്ങനെ ഇത് എല്ലായിടത്തും കുറേ സന്യാസി വര്യന്മാർ വരാത്തപ്പോ ആളുകൾക്ക് കാര്യം മനസ്സിലായി. അപ്പോ പക്ഷെ നമുക്ക് അറിയാൻ പറ്റില്ല ശരിയായിട്ടുള്ള ഭക്തനാണോ വിളിക്കുന്നത് ഭിക്ഷ തരാൻ എന്ന് അറിയാൻ പറ്റില്ല. അത് കാരണം പലപ്പോഴും ഇവരിങ്ങനെ മനസ്സിലാകാതെ ഈ ചതിയിൽപ്പെട്ടു പോകാറുണ്ട്. ഒരു ദിവസം ഇവരെന്തു പറഞ്ഞു? അഗസ്ത്യ മുനിയെ കണ്ടു പറഞ്ഞു, മഹർഷേ, ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങള്, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അഗസ്ത്യൻ പറഞ്ഞു, ഇനി ഇവർ ആര് വന്ന് വിളിച്ചാലും എന്നെ വിളിക്കൂ, ഞങ്ങളുടെ ഗുരു വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുരു വന്നിട്ട് ഗുരുവിന്റെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കൂ, ഞാൻ പോകാന്ന് പറഞ്ഞു അഗസ്ത്യൻ. അഗസ്ത്യ മുനി പോവുകയാണ്. വാതാപി വിളിച്ചു, ഭക്ഷണമൊക്കെ ഇരുത്തി കൊടുത്തു. വാതാപി ഭക്ഷണമായി മാറി മുഴുവൻ ഭക്ഷണവും കഴിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കണ്ടേ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ സഹോദരനെയും വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ അഗസ്ത്യൻ പറയാണ്, വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ധാരാളം ഇയാൾ വിളിക്കുകയാണ്, സഹോദര വാതാപി വരൂ, സഹോദര വാതാപി വരൂ. വാതാപി പുറത്തു വരുന്നില്ല. ആകെ പരിഭ്രാന്തിയിലാവും വാതാപി. അങ്ങനെ പരിഭ്രാന്തിയിൽ പറയാണ്, എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു, വരുന്നില്ല. അപ്പൊ അഗസ്ത്യൻ ചിരിച്ചു പറയാണത്രേ, സമുദ്രം മുഴുവൻ എൻ്റെ വയറ്റിലാക്കി അതിനെ സമാവേശിപ്പിച്ച ഉദരമാണ് നിന്റെ മായാവി രാക്ഷസൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ലയിച്ചു പോയി എൻ്റെ ശരീരത്തില്, ഇനി അയാളെ കിട്ടില്ല എന്ന് പറയാണ്. അത് പറഞ്ഞ ഉടനെ പേടിച്ചിട്ട്, ഇദ്ദേഹത്തിന്റെ കോപത്തിന് പാത്രമാവുമെന്ന് പേടിച്ച് അവിടുന്ന് തടത്തെ മറുകയാന്നാണ് പറയുന്നത്. അങ്ങനെ പിടഞ്ഞു മരിച്ചു ആതാപി പിടഞ്ഞു മരിച്ചു. വാതാപി ശരീരത്തിൽ തന്നെ സമാകയ ആരുടെ? അഗസ്ത്യന്റെ. അപ്പോ അഗസ്ത്യൻ സമുദ്രത്തെ മുഴുവൻ കുടിച്ചു വറ്റിച്ച കഥ എല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും ഞാനൊന്ന് സൂചിപ്പിക്കാം ഇവിടെ ആ കഥ. അസുരന്മാരും ദേവന്മാരും എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ രാത്രി ആയി കഴിഞ്ഞാൽ ആസുരിക ശക്തികൾ വളരെ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കൂടുതലാണ്. അപ്പൊ അസുരന്മാരെപ്പോഴും ദേവന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. വെളിച്ചായി കഴിഞ്ഞാലോ ദേവന്മാർക്ക് ശക്തിയുണ്ട്. അപ്പോൾ ദേവന്മാർക്ക് അസുരന്മാരെ കാണാൻ പറ്റില്ല, എവിടെ ഇവർ പോയെന്നറിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇവരെ തെരഞ്ഞു നടക്കുകയാണ് ദേവന്മാരെ പകൽ മുഴുവൻ. രാത്രിയാവുമ്പോൾ ഇവർ വന്ന് ദേവന്മാരെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ കുറെ തെരഞ്ഞു നടക്കുമ്പോൾ ഒരു പ്രാവശ്യം സമുദ്രത്തിലോട്ട് പോകുന്ന കാൽപ്പാടുകൾ കാണാൻ പറ്റിത്രേ. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാവണത് സമുദ്രത്തിന്റെ അടിയിൽ പകൽ ഒളിച്ചിരിക്കുകയാണെന്ന്. ദേവന്മാർക്ക് ഇറക്കാൻ പറ്റുന്നില്ല ആരെ? അസുരന്മാരെ. അങ്ങനെ ഇവരെല്ലാവരും അഗസ്ത്യമുനിയോട് പറയാണ്, മഹാമുനെ, അങ്ങ് എന്തെങ്കിലും വഴി കാണണം, ഞങ്ങൾ വിഷമിച്ചു പോയി എന്ന് പറയുമ്പോൾ, ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളില് ഇങ്ങനെ കോരിയെടുത്തിട്ട് ഈ വെള്ളം കുടിക്കുകയാണ് സമുദ്രത്തിലത്തെ. അപ്പൊ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ എല്ലാ വെള്ളവും അതിങ്ങനെ ഒരു കാന്തിക ശക്തി പോലെ അഗസ്ത്യന്റെ ഉദരത്തിലോട്ട് പോവുകയാണ്. അങ്ങനെ മുഴുവൻ വറ്റി പോകുമ്പോൾ ഈ അസുരന്മാരെല്ലാം പുറത്തു വരും. അങ്ങനെ അസുരന്മാരെ ഇവരെ തോൽപ്പിക്കും. ദേവന്മാർ. അങ്ങനെ അവർ ഓടുന്ന സമയത്ത് ദേവേന്ദ്രൻ വീണ്ടും പറയാണ്, മുനി, ഈ സമുദ്രത്തെ തിരിച്ച് സമുദ്രത്തിലോട്ട് തന്നെ ആക്കൂ, കാരണം ധാരാളം ജീവജാലങ്ങൾക്ക് ഉപോത്ബലകമാണ്, ഇതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അഗസ്ത്യൻ പറയാണ്, അത് ദഹിച്ചുപോയി എൻ്റെ വയറ്റില്, ഇനി എനിക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാണ്. ഇനി സ്വർഗഗംഗയെ ഭൂമിയിലോട്ട് വരുമ്പോൾ ഗംഗയ്ക്ക് മാത്രമേ ഇത് നിറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ്. പിന്നെയുള്ള കഥ എല്ലാവർക്കും അറിയാം. ഭാഗീരഥൻ ഗംഗയെ കൊണ്ടുവരുന്നതും അത് കഴിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് സമുദ്രം വീണ്ടും ഗംഗ ഭൂമിയിലോട്ട് വരുന്നതോടെ സമുദ്രം നിറയുന്നതും എല്ലാം അറിയുന്നതാണ്. അപ്പോ ഇങ്ങനെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കഥയ്ക്ക് ഒരു വലിയ സാങ്കേതികത്വമുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ഒരു കാര്യമുണ്ട് ഈ കഥയില്. പുറത്തുള്ളത് ആരാണ്? അത്യാചാരിയായിട്ടുള്ള ആതാപി. അകത്തുള്ളതോ വളരെയധികം രൂക്ഷതയുള്ള വാതാപി. അപ്പൊ രണ്ടു പുറത്തും നമുക്ക് ശത്രുക്കളുണ്ട്, നമ്മളിതിനെ ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ. അപ്പോ ഉള്ളിലുള്ളത് എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതെല്ലാം ഉള്ളിലുണ്ട്. പുറത്തുള്ളത് എന്താണ്? പുറത്തുള്ളത് നമ്മൾക്ക്
വിഷയ വാസനകളാണ്. വാസനകളും വിഷയ സുഖങ്ങൾ മുഴുവൻ പുറത്തും, വാസനകൾ മുഴുവൻ അകത്തുമാണ്. അതാണ് ഈ കഥയുടെ സാങ്കേതികത്വം. അപ്പോ ആരാണ് വിളിക്കുന്നത്? പുറത്തുള്ള വിഷയസുഖങ്ങളെ ഉള്ളിലുള്ള വാതാപിയെ വിളിക്കുകയാണ്, വാസനകളെ വിളിക്കുകയാണ്. അപ്പോ എപ്പോഴാണോ വാസനകൾ പുറത്തു ചാടുന്നത്, അതിൻ്റെ സീമ ലംഘിച്ച് പുറത്തു ചാടുന്നത്, അപ്പോ സത്വഗുണം ഓരോ മനുഷ്യനിലും നഷ്ടമാകുമെന്നുള്ളതാണ്. സന്തത്വം എന്നാണ്. സന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ്. ആ സന്തത്വത്തെ നശിപ്പിച്ചിട്ട് ഈ വാതാപി പുറത്തു വരും. അപ്പൊ വാസനകള് എപ്പോഴാണോ നമ്മള് വിഷയസുഖങ്ങൾക്ക് അടിമപ്പെടുന്നത് ഒരു പരിധിക്ക് കൂടുതലായിട്ട്, അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ സത്വഗുണം കുറഞ്ഞ് നമ്മള് തന്നെത്താൻ മരിക്കുമെന്നാണ്, അല്ലെങ്കിൽ ഇല്ലാതാവും എന്നാണ്. അപ്പോ ഇവിടെ പറഞ്ഞു തരുന്നത് എന്താണ്? ഈ ഒരു കാര്യം നമ്മൾക്ക് ഹനുമാൻ നമ്മളിലെ സന്തത്വത്തെ എന്നും നിലനിർത്തുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ നമ്മൾ കുറച്ചുകൂടി ഗഹനമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, വിഷയസുഖം എപ്പോഴും പുറത്താണ്, വാസനകൾ ഉള്ളിലാണ്. അപ്പോ നമ്മളെ ഒരാള് വളരെ മോശമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചു എന്ന് കരുതുക. അപ്പൊ എന്തു പറ്റും? അധിക്ഷേപം, മോശമായ വാക്കുകളൊക്കെ പുറത്താണ്. നമുക്ക് ക്രോധിതരാവും. ക്രോധം എവിടെയാണ്? ഉള്ളിലാണ്. അപ്പൊ ക്രോധം കൊണ്ട് നമ്മൾ അയാളെ നശിപ്പിക്കാൻ പോകും, നമ്മൾ സ്വയം നശിക്കും. അപ്പോ ഇങ്ങനെ എപ്പോഴും പുറത്തുള്ള ആള് അകത്തുള്ള ആളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ വിഷയം പുറത്തു നിന്നും വാസനയോട് കൽപ്പിക്കുന്നു, വാസന അതനുസരിക്കുന്നു. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ധനം നോക്കൂ, എവിടെയുള്ളത്? പുറത്താണ്. ലോഭമോ? ഉള്ളില്. കുറേ ധനം ഉണ്ടെങ്കിലും പലർക്കും ലോഭമില്ലാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളം മതി, എനിക്ക് കൈക്കൂലി വേണ്ട, എനിക്ക് ആർത്തിയില്ല, ഇത് മതി, എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മതി, ഞാൻ കുറച്ച് ഭക്ഷണം മറ്റാർക്കെങ്കിലും കൊടുക്കും. അപ്പോ ധനമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും ലോഭം വന്നു കഴിഞ്ഞാൽ, അകത്തുള്ള ആ ലോഭം വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എല്ലാ സത്വഗുണങ്ങളും കുറേശ്ശെയായി നശിച്ചു പോകും. അപ്പൊ ഹനുമാൻ, ആഞ്ജനേയ ഭഗവാൻ നമ്മളെ ഇത് രണ്ടിൽ നിന്നും നമ്മളെ രക്ഷിക്കും. പുറത്തുള്ള വിഷയസുഖങ്ങളിൽ നിന്നും അകത്തുള്ള നമ്മുടെ കാമനകളിൽ നിന്നും, രണ്ടിൽ നിന്നും ഹനുമാൻ രക്ഷിക്കും. അതുകൊണ്ടാണ് തും രക്ഷക് കാഹു കോ ഡർന എന്ന് പറയുന്നത്. കാരണം വെറും രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൗതികമായിട്ടുള്ള രക്ഷ മാത്രമല്ല, ആന്തരികമായിട്ടുള്ള രക്ഷ കൂടിയാണ്. തുമിഹി നിവേദിത ഭോജൻ കരഹി പ്രഭു പ്രസാദ പട്ട് ഭൂഷൺ കരഹി എന്നാണ് ഇവിടെ ആര് പറയുന്നത്? തുളസിദാസ് പറയുന്നത്. എന്ത് നമ്മളുടെ വിഷയസുഖങ്ങളെ നമുക്ക് മുഴുവൻ മാറ്റാൻ പറ്റില്ല. കാരണം ഒരു സംസാരിയായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ കുറെ വിഷയസുഖങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷേ എന്തെല്ലാം ആകർഷകമായ വിഷയങ്ങൾ ഉണ്ടോ ഉള്ളില്, ഹനുമാൻ രക്ഷകനാകുമ്പോൾ അദ്ദേഹം അതെല്ലാം ദൈവത്തോട് കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ നല്ല വസ്ത്രം നമ്മൾ ഭഗവാന്റെ ആണെന്ന് കരുതിയിട്ട് ധരിക്കുന്നു. നല്ല ഭക്ഷണം നമ്മൾ ആദ്യം പ്രസാദമായിട്ട് പ്രാർത്ഥിച്ച്, അന്നം ഭക്ഷണമാണ്. പലരും ഉത്തരേന്ത്യയിലെ മലയാളികൾക്ക് മാത്രമാണ് ആ സ്വഭാവം ഇല്ലാത്തതുള്ളൂ. ഇവിടേക്ക് ആര് ഭക്ഷണം ആദ്യം കാണുമ്പോഴും എടുക്കുമ്പോഴും 1 മിനിറ്റ് നേരം പ്രാർത്ഥിച്ച് ആ താലിയിൽ അതിനുശേഷമേ കൈ വയ്ക്കുള്ളൂ. ഓഫീസിൽ പലരും ടിഫിൻ കഴിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്. അപ്പോ അതിനെ പ്രസാദമാക്കി മാറ്റുകയാണ്. അപ്പോൾ വിഷയത്തിലെ വിഷത്തിനെ മാറ്റും, അത് പ്രസാദമായി മാറുന്നു. അതാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെ വിഷയത്തിലെ വിഷത്തിനെ മാറ്റിയെടുക്കുമ്പോൾ വാസനകള് ഉപാസനകളായി മാറും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ നമുക്ക് 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഇത് ഈ തുമരക്ഷക് കാഹു കോ ഡർന എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം ഹനുമാൻ ഇവിടെ സദ്ഗുരു വൈദ്യനാണ്. ഒരു നല്ല ഗുരു ഒരു വൈദ്യൻ കൂടിയാണ്. നല്ലൊരു വൈദ്യൻ. ഇപ്പോ സർപ്പദംശനമേറ്റാൽ സർപ്പത്തിന്റെ വിഷം കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ചികിത്സിക്കുന്നത്. അതേ വിഷം കൊണ്ട് തന്നെ. അതുപോലെ തന്നെ പേപ്പട്ടി വിഷം ബാധ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് അതേ വിഷം കൊണ്ട് തന്നെയാണ് ചികിത്സിക്കുന്നത്. അപ്പൊ വിഷത്തിനെ പോലും ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അത് സദ്ഗുരു വൈദ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷയസുഖങ്ങളെയും നമുക്ക് വിഷാംശം മാറ്റി നിർത്താൻ പറ്റും. അതിനെ, ആ വാസനകളെ, ഉള്ളിലുള്ള വാസനകളെ
ഉപാസനകളാക്കി മാറ്റാൻ പറ്റും. അശോക് വാടികയിലിരിക്കുമ്പോൾ ഹനുമാൻ തന്നെ അനുഭവിച്ചിട്ടുണ്ട് അത്രേ ഇത്. അത് തുളസിദാസിന്റെ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് ഹനുമാൻ എങ്ങനെ ഇത് അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. വളരെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം സമുദ്ര ലംഘനം ചെയ്ത് വന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് സീതാദേവിയെ കണ്ടതിന് ശേഷം ലങ്ക തകർക്കലൊക്കെ ചെയ്ത് അവസാനം വന്ന് വീണ്ടും പോവാൻ നേരത്ത് ചോദിക്കുകയാണ് അത്രേ, മാത് മോഹേ ലാഗി അതിഭൂഖ, മാത് മോഹേ ലാഗി അതിഭൂഖ, ലാഗി ദേഖി സുന്ദർ ഫലരൂഖ, മാതൃ മോഹേ ലാഗി അതിഭൂഖ. അമ്മേ, എനിക്ക് വളരെ കുട്ടിയായിട്ട് വളരെ രസകരമാണ് അതിൻ്റെയൊക്കെ രാഗങ്ങൾ. നമ്മൾ ഹിന്ദുസ്ഥാനി രാഗങ്ങളിൽ ശരിക്കും അറിയുന്ന ആളുകൾ പാടുമ്പോൾ മാതേ മോഹേ ലാഗി, മോഹേ എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഗി, എനിക്ക് തോന്നി എന്ത്, അതിഭൂഖ, വളരെ വിശപ്പ് തോന്നുന്നു. എപ്പോഴാണ്? ലാഗി ദേഖി സുന്ദർ ഫലരൂഖ, നല്ല മനോഹരമായി പഴുത്തു നിൽക്കുന്ന ആ അശോകവാടികയിലുള്ള ആ മരങ്ങളിലെ പഴുത്തു നിൽക്കുന്ന പഴങ്ങൾ കാണുമ്പോൾ എനിക്ക് വളരെ വിശപ്പ് തോന്നുന്നു. നോക്കൂ, ഇതിനകത്തും ഒരു സന്ദേശമുണ്ട്. എപ്പോഴാണ് വിശപ്പ് തോന്നിയത്? വിശപ്പ് ശരിക്കും തോന്നിയില്ല. വിശപ്പ് ആ പഴുത്ത പഴങ്ങൾ കണ്ടപ്പോഴാണ് തോന്നിയത്, അല്ലേ? അപ്പോ ജാനകി ചോദിക്കുന്നില്ല അത്രേ, നിനക്ക് പഴങ്ങൾ കണ്ടപ്പോഴല്ലേ വിശപ്പ് തോന്നിയത്? ഈ പഴങ്ങൾ നിനക്ക് കഴിക്കാൻ പാടില്ല നീ, കാരണം ഇത് രാവണന്റെ വാടികയിലെ പഴങ്ങളാണ്, രാവണന്റെ ഉദ്യാനത്തിലെ പഴങ്ങളാണത്. അപ്പോ രാവണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയസുഖങ്ങളുടെ പര്യായമാണ്, അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ പര്യായമാണ്. ഇപ്പൊ ലങ്കയിലെ രാവണന്റെ എല്ലാവിധ അഹങ്കാരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ വൃക്ഷത്തിലെ ഭക്ഷണം നീ കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിന്റെ നിർമ്മലത നശിച്ചു പോകുമെന്നാണ് അത്രേ ആര് പറയുന്നത്? സീതാദേവി. അപ്പൊ ഹനുമാൻ വളരെ ചാതുര്യമുള്ളവനാണ്. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട് രാമനും ഹനുമാനും തമ്മിലുള്ള സംവാദം സുഗ്രീവന്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ വീണ്ടും പറയാണ്, ഇദ്ദേഹം പറയാത്രേ ഹനുമാൻ, എനിക്ക് ഈ പഴം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തോന്നില്ല. കാരണം ഈ പഴങ്ങള് ആരുടെയാണ്? ഞാൻ രാവണന്റെ അനുവാദമല്ല ചോദിച്ചത്, മാതാവേ അങ്ങയുടെ അനുവാദമാണ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നില്ല ഈ പഴം രാവണന്റെ ആണെന്ന്. ശ്രീരാമചന്ദ്ര ഭഗവാന്റെയാണ് ഈ പഴം എന്ന് കരുതിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നോക്കൂ, വീണ്ടും അവിടെ ആ വിഷയസുഖമാണ് അവിടെ പഴം, അതും രാവണന്റെ പഴം. അതിനെ അദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നിവേദ്യമാണെന്ന് കരുതിയിട്ടാണ് സീതാമാതയോട് ചോദിക്കുന്നത്. സീതാമാതയുടെ രക്ഷണയിലാണ് ഇപ്പൊ ഈ ഉദ്യാനം. ശ്രീരാമചന്ദ്ര ഭഗവാന്റെയാണ് സർവസ്വവും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മാതാ എന്നാണ് പറയുന്നത് അത്രേ. അപ്പോ ഇവിടെ സീത അവസാനം എന്താണ് പറയുന്നത്? ദേഖി ബുദ്ധി ബല നിപുണ കപി കഹേവു ജാനകി ജാവു രഘുപതി ചരണ ഹൃദയധരി താത് മധുര ഫല ഖാവു. അപ്പോ നിന്റെ ചതുരതയിൽ ഞാൻ അടിയറ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യൂ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരണങ്ങള് രഘുപതി ചരണ ഹൃദയധരി താത് മധുര ഫല ഖാവു. നീ ഈ പഴങ്ങൾ കഴിച്ചോ, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ചരണങ്ങളെ ഹൃദയത്തിൽ വെച്ചിട്ട് ഈ രാവണന്റെ എല്ലാ വിഷയങ്ങളും മാറ്റിയിട്ട് ആ പഴങ്ങൾ നീ കഴിക്കുമെന്ന്. ഇവിടെ വേറൊരു സന്ദേശം നമുക്കറിയാം. നമ്മള് കണ്ടിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം കിം ജപൻ മുച്ചതേ ജന്തുർ ജന്മ സംസാര ബന്ധനാത് എന്ന് ധർമ്മപുത്രർ ചോദിക്കുമ്പോ ധർമ്മോപദേശം കൊടുക്കുന്ന ഭീഷ്മരെ കണ്ട് ദ്രൗപദി ചിരിച്ചു അത്രേ. ദ്രൗപദി ചിരിച്ചപ്പോ എന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ദ്രൗപദി പറഞ്ഞു അത്രേ, ഞാൻ വളരെ അബലയായിട്ട് എൻ്റെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് അങ്ങയുടെ ധർമ്മനീതിയൊക്കെ എവിടെയായിരുന്നു, ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോ ഭീഷ്മർ പറയാണ്, പാഞ്ചാലി, അന്ന് ഞാൻ ദുര്യോധനന്റെ അന്നമാണ് കഴിച്ചിരുന്നത്. ആ അന്നം കഴിക്കുന്നിടത്തോളം കാലം എൻ്റെ കൂറ് അവിടെയാണ്. അതെല്ലാം ഇപ്പൊ ഈ അർജുനന്റെ ശരശയിൽ ഞാൻ കിടന്ന് ആ രക്തമെല്ലാം വാർന്നു പോയിരിക്കുന്നു. എൻ്റെ ബുദ്ധി ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുന്നതെന്ന്. നോക്കൂ, നമ്മൾ കഴിക്കുന്ന അന്നത്തിന്റെ ഗുണം എന്താണെന്ന് കൂടി ഇവിടെ സൂചിപ്പിച്ചു തരികയാണ് തുളസിദാസ് ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട്, തുമരക്ഷക കാഹുക്കോ ഡർണ എന്നുള്ളത്. അപ്പോ നമ്മൾ വളരെയധികം ആരുടെ കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളൊരു സൂചന കൂടി ഈ ശ്ലോകത്തിലൂടെ തരികയാണ്.
അപ്പോ തും രക്ഷക് കാഹു കോ ഡർന, എപ്പോഴാണോ നമ്മൾ പ്രസാദമാക്കി മാറ്റുന്നത്, നമ്മളുടെ വിഷയവാസനകളെ നമ്മൾ അടക്കി നിർത്തിയിട്ട് പ്രസാദമാക്കി മാറ്റുന്നത്, അപ്പോ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഭഗവാനിന് സമർപ്പിച്ച് അതിനെ നമ്മൾ ഭോഗം ചെയ്യുകയാണെങ്കിൽ അത് ഭോഗിയായി മാറില്ല, അത് പ്രസാദമായി മാറും. ഒരു സരളമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി. ഇപ്പോൾ ഒരാൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നിട്ട് ലഡു ഖാവോ ലഡു ഖാവോ, അല്ലെങ്കിൽ ലഡു കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് അയാൾ തരുന്നു എന്ന് കരുതുക. നമ്മൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ അദ്ദേഹത്തെ? ആരും നോക്കില്ല. കാരണം ആരാണിത്, എന്താണ് തരുന്നത്? ലഡു തന്നെയാണോ? അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ അദ്ദേഹം തന്നെ പ്രസാദ് ഖാവോ അല്ലെങ്കിൽ പ്രസാദം കഴിക്കൂ, ഭഗവാന് അർപ്പിച്ചിട്ടുള്ള പ്രസാദമാണിത് എന്ന് പറഞ്ഞ ആ ലഡു നമുക്ക് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷത്തോടു കൂടി അത് കഴിക്കും. അപ്പൊ നമുക്ക് ആ ഭാവന തന്നെ, നേരത്തെ തന്ന അതേ ലഡുവാണിത്, പക്ഷെ ആ ലഡു എന്തായി മാറിപ്പോ? പ്രസാദമായി മാറി. അതിന്റെ ഭാവമേ മാറി. നമ്മുടെ ഭാവന ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് നമ്മൾ അത് കഴിക്കുന്നത്. പ്രസാദം കഴിക്കുമ്പോൾ നമ്മൾ ഒന്നിങ്ങനെ നോക്കി എന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരേ സാധനം തന്നെ നമ്മൾക്ക് അതിന്റെ വിഷമുള്ളതാക്കി മാറ്റാനും പറ്റും, ആ വിഷത്തെ മാറ്റിയിട്ട് അതിനെ പ്രസാദമാക്കി മാറ്റാനും പറ്റും. അപ്പോ ഇവിടെ ഇതാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും നമ്മൾ നമ്മുടെ വാസനകളെ ഉപാസനകളാക്കി മാറ്റി ഭഗവാന് സമർപ്പിക്കണം. ആ സമർപ്പിക്കാനുള്ള തോന്നൽ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഹനുമാനാണ്. അപ്പോൾ ഹനുമാനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ചിന്തകളെല്ലാം മാറി ഹനുമാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ള സൂചനയോടുകൂടി നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാം. സബ് സുഗലഹേ തുമാരി ശരണ, സബ് സുഗലഹേ തുമാരി ശരണ, തും രക്ഷക കാഹു കോ ഡർന, തും രക്ഷക കാഹു കോ ഡർന. ഇവിടെ പറയുന്ന സബ് സുഗലഹേ തുമാരി ശരണ, തും രക്ഷക കാഹു കോ ഡർന. ഇവിടെ വീണ്ടും നമ്മൾ പറയുന്നത് സബ് സുഗലഹേ, 22ാമത്തെ ശ്ലോകം തന്നെയാണ്. ഈ എല്ലാം നീ രക്ഷകനായിരിക്കുമ്പോ നിനക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ശ്ലോകം, ആപൺ തേജ് സവാരോ ആപേ, തീനോ ലോഗ് ഹാക്തേ കാപേ, ആപൺ തേജ് സവാരോ ആപേ, തീനോ ലോഗ് ഹാക്തേ കാപേ. 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആപൺ തേജ് സവാരോ ആപേ. ആപൺ തേജ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തീവ്ര തേജസ്, ഹനുമാൻ ആഞ്ജനേയ ഭഗവാന്റെ തീവ്ര തേജസ്, സവാരോ ആപേ, അതിനെ സംഹരിക്കാൻ അല്ലെങ്കിൽ അതിനെ സഹിക്കാൻ ആർക്കേ പറ്റുള്ളൂ? അതിനെ നിയന്ത്രിക്കാൻ ഹനുമാന് മാത്രമേ പറ്റുള്ളൂ എന്നാണ് തുളസിദാസ് പറയുന്നത്. ശ്രീരാമചന്ദ്ര ഭഗവാന് പോലും പറ്റില്ല. ആപൺ തേജ് സവാരോ ആപേ, തീനോ ലോക് ഹാക് തേ കാപ്പേ. തീനോ ലോക്, 3 ലോകങ്ങളും, ഹാങ്ക് ഒരു ഹുങ്കാരം, ഒരു ഗർജനം, അവർ വിറയ്ക്കും, പ്രകമ്പനം കൊള്ളും എന്നാണ് പറയുന്നത്. അപ്പോ ഹനുമാന്റെ ഈ രൂപം നമ്മൾ കണ്ടിട്ടുണ്ട്. ആപൺ തേജ് സവാരോ ആപ്പേ, തീനോ ലോക് ഹാക് തോ കാപ്പേ. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് എവിടെയാണ്? ആർക്കും സമുദ്രലംഘനം ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സമയത്ത് നീ രാമകാര്യത്തിന് വേണ്ടി ജനിച്ചവനാണ്, നിനക്ക് അപാര ശക്തിയുണ്ടെന്ന് ജാമ്പവാൻ പറയുന്ന സമയത്ത് പർവ്വതാകാരനായി നിന്ന് ഹുങ്കാര ശബ്ദം മുഴക്കുന്ന ഹനുമാനുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ ഇപ്പൊ പോകും, എന്നിട്ട് രാമനെ അവിടെ നിന്നും വധിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്നും ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അത് രാമചന്ദ്ര ഭഗവാന്റെ കാര്യമാണ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ത്രികൂട പർവ്വതത്തോടു കൂടി പുഴക്കി കൊണ്ടുവന്ന് എവിടെ വെക്കും? കിഷ്കിന്ധയിൽ വെക്കും. എന്നിട്ട് കിഷ്കിന്ധയിൽ ഇരുന്ന് തന്നെ രാമന് ആരെ വധിക്കാം? രാവണനെ വധിക്കാം എന്ന് പറയാണ്. അപ്പോ വീണ്ടും പറയാണ്, നീ ശാന്തനാവൂ, നിനക്കിതൊന്നും ചെയ്യണ്ട, നീ പോയിട്ട് ജാനകി ദേവിയെ കണ്ട കാര്യം പറഞ്ഞ് തിരിച്ചു വരിക മാത്രമേ ചെയ്യേണ്ടുള്ളൂ, അതാണ് നമ്മളോട് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ശാന്തനാക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ശാന്തനാക്കണമെങ്കിൽ അദ്ദേഹം തന്നെ വേണം. അങ്ങനെ വളരെയധികം ഭഗവാന് സമർപ്പിതമായിട്ടുള്ള ഒരു മനസ്സുള്ള, ഒരിക്കലും അഹങ്കാരമില്ലാത്ത ഹനുമാൻ പോലും ചിലപ്പോൾ
രൗദ്രഭാവം കൊള്ളും. അപ്പോൾ ആ തേജസ്സിനെ സഹിക്കാൻ, ആ തേജസ്സിനെ സംഹരിക്കാൻ, അല്ലെങ്കിൽ ആ തേജസ്സിനെ ആ ശക്തിയെ കുറയ്ക്കാൻ ഹനുമാന് തന്നെ പ്രാർത്ഥിക്കണം, എന്നാലേ നടക്കുള്ളൂ എന്നാണ്. അതാണ് പലപ്പോഴും നമ്മൾ ഹനുമാന്റെ കാലില് കുട്ടികളൊക്കെ വളരെ കൂടുതൽ വികൃതികളാണെങ്കിൽ ആ ഹനുമാന് പോയിട്ട് ശനിയാഴ്ച ഈ എണ്ണ ഒഴിക്കും ഹനുമാന്റെ ദേഹത്തും കാലിലും എന്ന് പറയും. കാരണം ആ ഹനുമാൻ ആണ് ആ കുട്ടികളെ ഇത്രയും വികൃതികളാക്കുന്നത്. ആ ഹനുമാന് തന്നെയാണ് ആ തേജസ്സിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെയൊക്കെ പലയിടത്തും ഗുജറാത്തിലൊക്കെ കാണാം ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് എണ്ണ ഒഴിപ്പിക്കുന്നത് ശനിയാഴ്ചകളിൽ. അതിന്റെ കാരണം ഇതാണത്രേ, ആപ്പണ് തേജ് സവാരോ ആപ്പേ, ഹനുമാന് തന്നെയാണ് ഹനുമാൻ കൊടുത്ത തേജസ്സിനെ അല്ലെങ്കിൽ ഹനുമാന്റെ തേജസ്സിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ്. തീനോ ലോക ഹാക് തേ കാപ്പേ. അപ്പൊ ആദ്യം നമ്മൾ കണ്ടത് എവിടെയാണ്? സമുദ്ര ലംഘന സമയത്ത്. രണ്ടാമത് നമ്മൾ കാണുന്ന എവിടെയാണ്? ലക്ഷ്മണൻ മൂർച്ഛിച്ച് കിടക്കുന്നു. ആ മൂർച്ഛിച്ച് കിടക്കുന്ന ലക്ഷ്മണനെ എടുത്ത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മടിയിലോട്ട് ഇദ്ദേഹം കിടത്തുന്നു. കിടത്തിയതിന് ശേഷം അത് നോക്കി രാമൻ കരയാണ്. ഞാൻ എന്തു പറയും സുമിത്രയോട് എന്ന് ചോദിച്ച് രാമൻ കരയാണ്. ആ കരയുന്ന കണ്ണീര് കണ്ടു പറയാണ്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഭീമാകാരനായിട്ട് അദ്ദേഹം പറയാണ്, അമൃതം ഞാൻ ചന്ദ്രനെ പിഴിഞ്ഞ് അമൃതം കൊണ്ടുവന്ന് ലക്ഷ്മണന്റെ വായിൽ ഇറ്റിച്ചു കൊടുത്ത് ഞാൻ പ്രാണൻ തിരിച്ചു കൊടുക്കാം, കാരണം അമൃത് പ്രാണൻ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് വളരെ ഉജ്ജ്വല തേജസ്സോടുകൂടി നിൽക്കുന്നു. അല്ലെങ്കിൽ പറയാണ്, ഞാൻ പാതാളത്തിലാണ് അമൃതകുംഭം, നാഗങ്ങളുടെ മുകളിലാണ് ഇരിക്കുന്നത്, ഞാൻ നാഗരാജാവിനെ മുഴുവൻ നശിപ്പിച്ച് നാഗങ്ങളെല്ലാം ഉന്മൂലനാശനം ചെയ്ത് അമൃത കുംഭം പാതാളത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ലക്ഷ്മണന് കൊടുത്ത് അദ്ദേഹത്തെ പുനരുജ്ജീവിക്കാം, അങ്ങയുടെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് വീണ്ടും പറയാണ്, എന്തുകൊണ്ടാണോ ലക്ഷ്മണൻ മൂർച്ഛിതനായത് അല്ലെങ്കിൽ മരണത്തിനോട് അടുക്കുന്നത്, ആ കാലനെ തന്നെ ഞാൻ നശിപ്പിച്ചു കളയും, ഭൂമിയില് ഇനി കാലൻ ഉണ്ടാവുകയില്ല എന്ന് ശപഥം ചെയ്യുമ്പോഴാണ് വീണ്ടും പറയുന്നത്, ഇതൊന്നും നീ ചെയ്യരുത്, നിന്റെ ശക്തിയെ നീ കുറയ്ക്കൂ, നീ പോയിട്ട് സുഷേണനെ കൊണ്ടുവരൂ, സുഷേണൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യൂ എന്ന് പറയുന്നത്. അപ്പോ വീണ്ടും നമ്മൾ രൗദ്രഭാവമുള്ള ആ ഹനുമാനെ 3 ലോകങ്ങളെയും വിറപ്പിക്കുകയാണ്. പാതാളത്തിൽ നാഗങ്ങളെ കൊന്നുകൊണ്ടിരും എന്ന് പറയുന്നു, ആകാശത്ത് പോയി ചന്ദ്രനെ പിഴിഞ്ഞെടുത്തു കൊണ്ടുവരും എന്ന് പറയുന്നു, ഭൂമിയിൽ തന്നെ ഭൂമിയിലാണ് മൃത്യുള്ള ഭൂമിയിൽ തന്നെ കാലനെ സംഹരിച്ച് മൃത്യുവിൽ നിന്ന് മുക്തമാക്കും എല്ലാവരെയും എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു ഹനുമാനെയാണ് നമുക്ക് അവിടെ കാണാൻ പോകുന്നത്. ആപ്പണ് തേജ് സവാരോ ആപ്പേ, പിടിച്ചോളൂ ശക്തിയുടെ ഈ ഹനുമാൻ ചാലീസ. വീണ്ടും പറയുന്നത് എന്താണ്? തീനോ ലോക ഹാക് തേ കാപ്പേ. ഇവിടെ 3 ലോകങ്ങളെയും പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റും ഒരൊറ്റ അദ്ദേഹത്തിന്റെ ഗർജനം കൊണ്ട് എന്നാണ് ഇവിടെ ആര് പറയുന്നത്? തുളസിദാസ് മഹാരാജ് പറയുന്നത്. അപ്പോ ആദ്യത്തെ ശ്ലോകം നോക്കൂ, എന്താണ് നമ്മൾ പഠിച്ചതെന്ന് ഹനുമാൻ ചാലീസയില്. ജയ് ഹനുമാൻ ജ്ഞാനഗുണസാഗർ, ജയ് കപീഷ് തിഹു ലോക് ഉജാഗർ. ഇവിടെ തീനോ ലോക് ഹാക് തേ, ആദ്യം തീനോ ലോക് 3 ലോകങ്ങളിലും വെളിച്ചം പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു വളരെ കൃത്യമായിട്ട്. 3 ലോകത്തിന്റെയും വെളിച്ചമാണ് ഹനുമാൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? തീനോ ലോക ഹാക് തേ കാപ്പേ, തീനോ ലോക അങ്ങയുടെ ഒരു ഹുങ്കാര ശബ്ദത്തില് വിറയ്ക്കും എന്നാണ് പറയുന്നത്. അർത്ഥം മനസ്സിലാക്കിയില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അവസാനം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോ പറയാം. തീനോ ലോക ഹാക് തേ കാപ്പേ. അപ്പോ തീനോ ലോക ഇവിടെ വേറെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം ഈ ലോകങ്ങളുണ്ട്. അതുപോലെ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി ലോകങ്ങളുണ്ട്. ഭൂമി, പാതാളം, ആകാശം, ഈ ലോകങ്ങളിലൊക്കെ ഹനുമാന്റെ ഈ ഹുങ്കാര ശബ്ദം ഈ ലോകങ്ങളിലൊക്കെ എത്തും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരു കഥ കൂടി പറയാം. വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത, അതുപോലെ തന്നെ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിനും ഇല്ലാത്ത, എന്നാൽ മറ്റ് പല രാമായണങ്ങളിലും സങ്കടമോചന അഷ്ടകം എന്ന് പറഞ്ഞ ഹനുമാന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അഷ്ടകമുണ്ട്. എല്ലാവരും അത് പഠിക്കേണ്ടതാണ്, എല്ലാവരും എന്നും കേൾക്കേണ്ടതാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഈ അഹിരാവണനും രാവണന് തന്നെ സഹോദരങ്ങളാണ്. പാതാളത്തിലെ രാജാവാണ് അഹിരാവണൻ എന്നാണ് പറയുന്നത്. ഇന്ദ്രജിത്തിനെ ലക്ഷ്മണന് വധിക്കുമ്പോൾ വളരെ ദുഃഖിതനായിട്ടുള്ള രാവണൻ അഹിരാവണനെ വിളിക്കുകയാണ്, സഹോദര വരൂ, എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ വരുത്തിയിട്ട് അദ്ദേഹം അഹിരാവണൻ വരുന്നു എന്ന് കേട്ടപ്പോൾ
വിഭീഷണൻ ഇതൊക്കെ അറിയാം. കാരണം വിഭീഷണനും മായാവികളുടെ എല്ലാ വിദ്യകളും അറിയാം. അദ്ദേഹം രാക്ഷസകുലത്തിൽ പിറന്നതാണ്. അദ്ദേഹം ഉടനടി പറയും രാമനും ലക്ഷ്മണനെയും ഒരു സ്ഥലത്താക്കിയിട്ട്, ഒരു അടച്ചിരിക്കുന്ന ഒരു സ്ഥലത്താക്കിയതിനു ശേഷം അതിന്റെ കവാടത്തില് ഹനുമാനെ കാവൽ നിർത്തുകയാണ്. ആര് വന്നാലും കുറേ ദിവസങ്ങൾക്ക് ഇനി ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കരുത് എന്ന് പറയാണ്. ഹനുമാൻ ആരെയും ഒരുപാട് തവണ അഹിരാവണൻ ശ്രമിക്കും ഉള്ളിൽ കടക്കാൻ, പക്ഷേ പറ്റില്ല. ഹനുമാൻ അവരെ ചെല്ലാൻ സമ്മതിക്കില്ല. അവസാനം അഹിരാവണൻ വിഭീഷണന്റെ വേഷം എടുക്കുകയാണ്. എന്നിട്ട് ഹനുമാന്റെ അടുത്ത് ചെല്ലുകയാണ്, ഇനി കുഴപ്പമില്ല, അഹിരാവണനൊക്കെ പോയി, നീയ് ഇനി രാമനോടും ലക്ഷ്മണനോടും വരാൻ പറയൂ, ഞാൻ ഉള്ളിൽ പോകട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഉള്ളിൽ പോകാൻ പറയുമ്പോൾ ഉള്ളിൽ പോകാൻ സമ്മതിക്കുന്നു. വിഭീഷണന്റെ വേഷപ്രച്ഛന്നനായി വന്ന അഹിരാവണൻ രാമനെയും ലക്ഷ്മണനെയും എടുത്ത് നേരെ പാതാളത്തിലോട്ട് പോവുകയാണ്. പാതാളത്തിലോട്ട് പോയിട്ട് അവിടെ മഹാമായയ്ക്ക് ഒരു ഹോമം നടത്തുകയാണ്. ഈ ഹോമത്തില് രാമനെയും ലക്ഷ്മണനെയും ഹോമിച്ച് അവര് രണ്ടുപേരും ശിരസ്സർപ്പിച്ചിട്ട് ആ ഹോമം നടത്തി കഴിഞ്ഞാൽ പിന്നെ അജയ്യനായി മാറും ആര്? രാവണനും രാവണൻ രണ്ടുപേരും. അതിനുള്ള ആണ്. അപ്പോ ലക്ഷ്മണന് പേടിയാവാണ്. ലക്ഷ്മണൻ പറയാണ് രാമനോട്, നമുക്ക് ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? മന്ത്രശാലയിൽ മന്ത്രജാപങ്ങളെല്ലാം തുടങ്ങി എന്ന് പറയുമ്പോൾ രാമൻ പറയാണ്, വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ടത്രേ. അതിനുശേഷം ഇത് ഉടനടി വിഭീഷണന് മനസ്സിലാവുന്നു, പാതാളത്തിലോട്ട് കൊണ്ടുപോയി എന്നുള്ളത്. ഹനുമാനോട് പറയാണ്, ഹനുമാൻ നിന്നെ പറ്റിച്ചു, അഹിരാവണൻ നിന്റെ രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഹുങ്കാര ശബ്ദത്തോടു കൂടി പാതാളത്തിലേക്ക് പോവുകയാണ് ആര്? ഹനുമാൻ. അങ്ങനെ പാതാളത്തിലോട്ട് പോയി എല്ലാവരെയും കൊന്നതിന് ശേഷം അഹിരാവണന്റെ അടുത്ത് പോവുകയാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ മകരധ്വജൻ എന്ന് പറയുന്ന മകരധ്വജൻ, മകരം എന്ന് പറഞ്ഞാൽ മുതലയുടെ ശരീരവും കപിയുടെ തലയുമുള്ള ഒരു ഭീകര രൂപമാണ് അവിടെ കാവൽ നിൽക്കുന്നത്. മകരധ്വജൻ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ആരാണ് നീ എന്ന് ഹനുമാൻ ചോദിക്കുമ്പോൾ ഞാൻ ആഞ്ജനേയന്റെ പുത്രനാണെന്ന് പറയുന്നത്. അപ്പൊ ഹനുമാൻ അതിശയം തോന്നിപ്പോവാണ്. ബ്രഹ്മചാരിയായിട്ട് എന്നും ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ജീവിച്ചിട്ടുള്ള ഹനുമാൻ ഇങ്ങനെ പുത്രനുണ്ടായി എന്ന് പറയുമ്പോൾ ഹനുമാൻ ഹുങ്കാര ശബ്ദത്തോടു കൂടി സമുദ്രലംഘനം ചെയ്യുമ്പോൾ ഹനുമാന്റെ വിയർപ്പും വീര്യവും ശക്തിയും എല്ലാം കൂടി ഒരു മുതലയുടെ സമുദ്രത്തിലുള്ള ഒരു മുതലയുടെ വായിൽ പോവുകയും അതിൽ നിന്നുണ്ടായിട്ടുള്ള മകനാണ് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ മകനാണെങ്കിലും പൊരുതി അദ്ദേഹം ഹനുമാൻ ആ മകരധ്വജനെ തോൽപ്പിച്ചതിന് ശേഷം അവിടുന്ന് മനസ്സിലാക്കുകയാണ്, ഈ അഹിരാവണനെ കൊല്ലണമെങ്കിൽ 5 ദീപശിഖകൾ, 5 ദിശകളിലിരിക്കുന്ന ദീപശിഖകളുണ്ട്. ആ ദീപശിഖകളെ ഒരുമിച്ച് ഒരു കാറ്റിന്റെ ശക്തിയോടുകൂടി ഊതിക്കെടുത്തണം. എന്നാൽ മാത്രമേ അഹിരാവന്റെ പ്രാണൻ പോവുകയുള്ളൂ. അങ്ങനെ ഈ ഹനുമാൻ പഞ്ചമുഖി ഹനുമാനായി മാറും. അപ്പോൾ പഞ്ചമുഖി ഹനുമാനെ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. പല സ്ഥലത്തും പഞ്ചമുഖി ഹനുമാന്റെ രൂപം നോക്കൂ. പലപ്പോഴും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആരൊക്കെയാണ് പഞ്ചമുഖി ഹനുമാന്റെ രൂപത്തിലുള്ളത്. ഒന്ന് ഹനുമാന്റെ മുഖം തന്നെയാണ് നടുവില്. അത് കഴിഞ്ഞാൽ നരസിംഹം, ഗരുഡൻ, വരാഹം, അത് കഴിഞ്ഞാൽ ഹയഗ്രീവൻ. നരസിംഹം, വരാഹം, ഗരുഡൻ, ഹയഗ്രീവൻ, അങ്ങനെ 4 ശക്തികളും നടുവില് ഹനുമാനും 5 പേരും കൂടി ശക്തിയായിട്ട് വായുപ്രവാഹം കൊടുക്കുകയും ഈ 5 ദീപങ്ങളും ഒരേ സമയത്ത് തന്നെ കെടുത്തുകയും ചെയ്യാണ്. അങ്ങനെ കെടുത്തി അഹിരാവണനെ കൊന്ന് രാമനെയും ലക്ഷ്മണനെയും വീണ്ടും കൊണ്ടുവരികയാണ്. അങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്ന രാമൻ എന്നും പറയുന്ന, പലപ്പോഴും ചൊല്ലുന്ന ഒരു ശ്ലോകമുണ്ട്. ഭരതനോട് പറയാണ്, കബിസേ ഹൂ ഹൃണ് ഹം നാഹി ഭരത് ഭായി കബിസേ ഹം ഹൃണ്. എപ്പോഴും ഞാൻ ഋണിയാണ് കവിക്ക്. എന്നെ തിരിച്ചു കൊണ്ടുവന്നതോ കവിയാണ്. അതുപോലെ തന്നെ മൃതസഞ്ജീവനി കൊണ്ടുവന്ന് ലക്ഷ്മണന് പ്രാണൻ കൊടുത്തത് നാഗപാശത്തെ. ഇനി വേറൊരു സന്ദർഭം കൂടിയും നോക്കൂ. 3 സ്ഥലത്തും വീണ്ടും ജയിക്കുന്നുണ്ട്. ഒരു ആദ്യത്തെ പ്രാവശ്യം എങ്ങനെയാണ്, ഇങ്ങനെ നാഗത്തിനെ കൊണ്ടുവന്ന് ഗരുഡനെ കൊണ്ടുവന്ന് ആകാശത്തിൽ നിന്നും ഗരുഡനെ കൊണ്ടുവന്ന് നാഗാസ്ത്രബന്ധിതനായി കിടക്കുന്ന രാമനെയും ലക്ഷ്മണനെയും മോചിതനാക്കുന്നുണ്ട് ആകാശത്ത് പോയിട്ട്. അതുപോലെ തന്നെ പാതാളത്തിൽ പോയിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? പാതാളത്തിൽ പോയി പാതാളത്തിൽ നിന്നും പിന്നെ ഈ നാഗങ്ങളെയെല്ലാം വെന്നിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിലും അദ്ദേഹം ജയിക്കുന്നുണ്ട്. ഭൂമിയിൽ ജയിക്കുന്ന എപ്പോഴാണ്? മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ ഒരു രാത്രി
പുലരുന്നതിന് മുന്നേ തിരിച്ചെത്തണം. അത്രയും നേരമാണ് ജീവിച്ചിരിക്കൂ ലക്ഷ്മണനും എന്നാണ് പറയുന്നത്, രാമനും ലക്ഷ്മണനും. അപ്പോൾ ലക്ഷ്മണൻ അത്ര നേരെ ജീവിച്ചിരിക്കുള്ളൂ, ഒരു രാത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി പകൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഉദിക്കാൻ പോകുന്ന സൂര്യനെ ഞാൻ നശിപ്പിക്കും, ഞാൻ വരുന്നതിന് മുന്നേ സൂര്യൻ വന്നാൽ എന്ന് പറയുന്ന ഒരു തേജസ്സും നമുക്ക് കാണുന്നുണ്ട്. തീനോ ലോകം ഹാക്തോ കാപ്പേ എന്ന് പറയുന്നത്. അങ്ങനെ 3 ലോകങ്ങളെയും ജയിച്ചിട്ടുള്ള ആ ഹനുമാനെയാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് ഭൂത പിശാച് നികट नहीं आवे, भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे, भूत पिशाच निकट नहीं आवे. ഭൂതം പിശാച് ഇതൊന്നും അടുത്തു വരില്ല. എപ്പോ മഹാവീർ ജബ് നാമ സുനാവേ, നിക്കട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത്, നാമ സുനാവേ എന്ന് പറഞ്ഞാൽ നാമം കേൾപ്പിച്ചാൽ അല്ലെങ്കിൽ നാമം ചൊല്ലിയാൽ ഭൂതം പ്രേതം പിശാച് ഇതൊന്നും വരില്ല. അപ്പോ നമുക്ക് കാണുന്ന രോഗങ്ങളെ ചികിത്സിക്കാൻ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കാണാത്ത കുറെ കാര്യങ്ങളുണ്ട് ലോകത്ത്. നമുക്കറിയാം, പല സ്ഥലത്തും പല ആളുകളും വിഭ്രാന്തികളോടുകൂടി നടക്കുന്നു. അവർക്ക് എന്താണെന്നറിയില്ല, മാനസിക രോഗങ്ങളാണ്. അതുപോലെ തന്നെ പല സ്ഥലത്തും നമുക്കറിയാം, ഇപ്പോ ഹനുമാൻ തുളസീദാസനെ ഹനുമാൻ കാണിച്ചു കൊടുത്തത് ആരാണ്? ഹനുമാൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ ഈ കഥ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ത്യജിച്ച് രത്നാവലി ഭഗവാനെ സ്മരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ത്യജിച്ച് ഇറങ്ങിപ്പോയിട്ട് പോയ ആ തുളസീദാസ് മഹാരാജ് ഒരു കമണ്ഡലുവിൽ ശേഷിച്ചിരുന്ന വെള്ളം ഒരു വൃക്ഷത്തിൽ ഒഴിക്കുമ്പോൾ ആ വൃക്ഷത്തില് ഗതികെട്ടാതിരുന്ന ഒരു പ്രേതാത്മാവ് ഉണ്ടായിരുന്നു അത്രേ. ആ പ്രേതാത്മാവ് പറയാണ്, എന്താണ് നിന്റെ കാമന? അത് ഞാൻ സാധിച്ചു തരാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു കാമനയും ഇല്ല, എനിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ചരണങ്ങൾ കാണണം എന്ന് പറയുമ്പോൾ ശ്രീരാമചന്ദ്ര ചരണങ്ങളിൽ എത്തിക്കാൻ വഴിയുള്ള ഒരാളുണ്ട്, അതാണ് ഹനുമാൻ. ഹനുമാൻ എവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം, എന്നെ കൊണ്ടെത്തിക്കാൻ പറ്റില്ല, കാരണം ഭൂത പിശാച് നിക്കട്ട് നെയ്യാവേ. നേരത്തെ നമ്മൾ പറഞ്ഞു, എവിടെയാണ് കള്ളത്തരമുള്ളത്, കള്ളന്മാർക്ക് എവിടെയാണ് നിധി ഇരിക്കുന്നതെന്ന് അറിയാം. എന്നപോലെ ഭൂതപിശാച് പേദങ്ങൾക്ക് അറിയാം എവിടെയാണ് ഹനുമാൻ ഉള്ളതെന്ന്. അങ്ങനെ കാശിയിലെ തടത്തിലുണ്ട്, എന്നും ഭഗവത് കഥ കേൾക്കാൻ വേണ്ടി ഹനുമാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞയക്കുന്നത് ഒരു പ്രേതമാണ്. അപ്പോ ഭൂതപ്രേത പിശാചുക്കള് ഹനുമാന്റെ പേര് കേട്ടാൽ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെ സാരംഗ്പൂരിലുള്ള ഹനുമാൻ, ഗുജറാത്തിലുള്ളവർക്കൊക്കെ ആ ഹനുമാനെ ദർശിക്കാൻ പോവാം. ഇവിടെ നിന്നും ഏകദേശം ഒരു 4-4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ മതി. സാരംഗ്പൂരില് വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഹനുമാന്റെ മൂർത്തിയുണ്ട്. സാധാരണ കാണുന്ന പോലെ ഉള്ള ഹനുമാനല്ല, സൗന്ദര്യമുള്ള ഒരു ഹനുമാനാണ്. ചെറിയ ഹനുമാന്റെ മുഖം മാത്രമേ ഉള്ളൂ. ആ ഹനുമാൻ അവിടെ ഇരിക്കുന്നത് തന്നെ അവിടെ ഗോപാൽജി മഹാരാജ് എന്നൊരു മഹാരാജ് കൊണ്ടുവന്നിരുത്തിയതാണ്. ആ ഗ്രാമത്തിൽ എപ്പോഴും ഭൂതപ്രേത പിശാചുക്കളുടെ ബാധയേറ്റിട്ട് ആളുകള് വിഭ്രാന്തരായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പൊ കൊണ്ടുവന്നിരുത്തിയതാണ് അത്രേ. അപ്പോ ധാരാളം കഥകള് നമുക്കറിയാം, സംഭവങ്ങൾ നമുക്കറിയാം കേട്ടത്. ഞാൻ പ്രത്യക്ഷമായിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പൊ അടുത്ത് തന്നെ എനിക്ക് വളരെ വിഷമമുള്ള ഒരു അവസ്ഥയിലൂടെ പോയപ്പോൾ എങ്ങനെയാണ് അതിൽ നിന്നും കുറച്ച് ആളുകളെ ഒരു വാഹനം മാറ്റേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചിട്ട് ഒരു പിടിയും കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് രാത്രി 11 മണിക്ക് അത് ഒരു പരിചയമില്ലാത്ത മറ്റൊരു സ്ഥലത്തിരുന്ന് അത് മാറ്റാനുള്ള ഒരാളുടെ തുണ എനിക്ക് കിട്ടി. അങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അന്ന്. കാരണം ആ 2 ദിവസം ഞാൻ പക്ഷേ ഒരു 30-40 പ്രാവശ്യം ഹനുമാൻ ചാലീസ മനസ്സിൽ ചൊല്ലിയിരുന്നു ഈ ദിവസങ്ങളിൽ. അപ്പോ നമുക്ക് തന്നെ ആ ഒരു ശക്തി വരും, നമുക്ക് തന്നെ ഹനുമാൻ നമ്മളായി മാറി നമുക്ക് ആ ശക്തി തരും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് ഭൂത പിശാച് നികട്ടനീയാവേ, മഹാവീർ ജബ് നാം സുനാവേ. ഈ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും ഹനുമൽ സ്വാമിയുടെയും പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഓം ജയ് ഹനുമാൻ.